ഹലോ എവരിവൺ. ഫിഫ്ത്ത് സെമിസ്റ്ററിൽ ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റിയാണ്. കോഴ്സ് കോഡ് 5001. റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് OP ഖന്ന, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്ന സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ മോഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം, ഇവ മൂന്നുമാണ്. ഇതിലെ ആദ്യത്തെ ടോപ്പിക്കായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അതോട് ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ആണ് പഠിക്കാനുള്ളത്. In principles of management, the most important thing is to understand the principles of management practices. It includes meaning of management, development of management theory of F.W. Taylor and Henry Fayol, functions of management, different types of ownership, different types of organizational structure. ഈ 5 കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രാക്ടീസസിൽ വരുന്നത്. ആദ്യമായി മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത അസൈൻമെന്റ് പോലെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള വർക്കും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആണ് ഇതിൽ കൂടെ നിങ്ങൾ പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഗൂഗിൾ എന്നൊരു കമ്പനി കൺസിഡർ ചെയ്യാം. ഗൂഗിൾ എന്ന കമ്പനിക്ക് ഒരു CEO ഉണ്ട്. CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതിനൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ഡിഫറെന്റ് പോളിസീസ് ഉണ്ട്. മാത്രമല്ല അതൊരു വലിയ കമ്പനി ആയ കാരണം കമ്പനിയുടെ അടിയിൽ വരുന്ന അല്ലെങ്കിൽ കമ്പനീസ് അണ്ടർ ഗൂഗിൾ എന്ന് പറയുന്ന വേറെ കുറെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗൂഗിൾ എന്നൊരു കമ്പനി എക്സാമ്പിൾ ആയി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫ്രം ടോപ്പ് ടു ബോട്ടം, ഒരു ടോപ്പ് ടു ബോട്ടം എന്ന നിലയ്ക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ CEO ആയിരിക്കും. അത് ഓരോ കമ്പനിയിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ പൊസിഷന്റെ നെയിം അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത് ഓരോ കമ്പനിയിലും വ്യത്യസ്തമാണ്. അതോടൊപ്പം ആ കമ്പനി പിന്തുടർന്ന് പോരുന്ന പോളിസീസ്, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിന്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ഓഫ് കണ്ടന്റ്സ്, അത് അവരുടെ ഒരു പോളിസിയാണ്. അതുപോലെ തന്നെ കമ്പനീസ് ദാറ്റ് ആർ കമ്മിങ് അണ്ടർ ഗൂഗിൾ, ഫോർ എക്സാമ്പിൾ യൂട്യൂബ് എന്ന കമ്പനിക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട്, എന്നാൽ അവ വരുന്നത് ഗൂഗിളിന് അണ്ടറിലാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നോട്ട് ചെയ്യാൻ കഴിയും. അതിൽ വരുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ അതൊരു കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആവാം, ഒരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആവാം, എഡ്യൂക്കേഷണൽ, ചാരിറ്റബിൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആവാം. അങ്ങനെ വിവിധ തരം ഓർഗനൈസേഷനുകൾ നമുക്കറിയാം. ഇങ്ങനെ വിവിധ തരം ഓർഗനൈസേഷനിലാണെങ്കിലും ഇവയുടെയൊക്കെ പൊതുവായ ഒരു തത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇറ്റ് കനോട്ട് റൺ സക്സസ്ഫുള്ളി. Management is an essential part of any group activity.
ഏതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെയും എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മാനേജ്മെന്റ് ആണ്. Persons working in an organization need some system to direct the activities of the organization so that human and material resources may be effectively used to achieve the desired objectives. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ പേഴ്സണൽ അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ടുള്ള, അതായത് അതിലെ ജോലിക്കാർ, ജീവനക്കാർ and material resources may be effectively used to achieve desired objectives. അതായത് ഒരു കമ്പനിയിലെ ഹ്യൂമൻ ആയതും മെറ്റീരിയൽ ആയതും, റോ മെറ്റീരിയൽസ് ഒക്കെ അതിൽ വരും, മെറ്റീരിയൽ റിസോഴ്സസ് ഉപയോഗിക്കണമെങ്കിൽ, അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിനെയാണ് നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റുന്നത്. It is the management which plans, organizes, coordinates and controls the affairs of the organization. അതായത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാവിധ അഫയേഴ്സും പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ മാനേജ്മെന്റ് സിസ്റ്റമാണ്. മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അടുത്തതായി പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, CEO. There are two managers coming under CEO, one for production department and other for marketing department. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലെയും മാനേജർക്ക് കീഴെ വരുന്നത്, ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ മാനേജർക്ക് താഴെ വരുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന ഫോർമാൻ, അവർക്ക് താഴെ വരുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്. മാനേജർ ഫോർ മാർക്കറ്റിംഗ് മാനേജർക്ക് താഴെ വരുന്നത് സെയിൽസ് ഓഫീസേഴ്സും അതിന് താഴെ വരുന്നത് സെയിൽസ് പേഴ്സൺസും ആണ്. ഇതാണ് ഒരു ടിപ്പിക്കൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിലെ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവിധ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെഷീൻസ്, മെറ്റീരിയൽസ് ആൻഡ് മണി ഇവയെല്ലാം വരും. ഈ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസിനെ ഒന്നിച്ച് കൊണ്ടുപോകാനും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും മെറ്റീരിയൽ റിസോഴ്സിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും ഇവയെല്ലാം ഒന്നിച്ച് ഉപയോഗിച്ച് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുമാണ് മാനേജ്മെന്റ് ഉള്ളത്. നെക്സ്റ്റ് we have to study the definitions of management. There are many definitions for management. The first one is management is a multi-purpose organ of an organization that manages the work and the people or person at work. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് ഓർഗൻ ആണ്, ഒരു ഓർഗനൈസേഷന്റെ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് the work and the people or persons at work. It involves ability to communicate, influence leadership qualities, ability to motivate people, ability to train and develop people, beside other skills of management. മാനേജ്മെന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ മീനിങ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ കാണിച്ചിരിക്കുന്നത് പ്രോസസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്
ഇൻപുട്സ് ഓർ റിസോഴ്സസ് ആണ് നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുന്നത്. അവയിൽ വരുന്നത് മെൻ, മെറ്റീരിയൽസ്, മെത്തേഡ്സ്, മെഷീനറി ആൻഡ് മണി. ഇവയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ ഇൻപുട്ടിനെ പലതരം പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട്, പ്രോസസ്സുകൾ എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, ഇവയെല്ലാം ചേർന്നതാണ് ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് മാനേജ്മെന്റ്. ഈ പ്രോസസ്സുകളിലൂടെ ഡിഫറെൻറ്റ് റിസോഴ്സസിനെ കടത്തിവിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് കിട്ടും. ഔട്ട്പുട്ടുകളിൽ വരുന്നത് പ്രൊഡക്ഷൻ, സർവീസസ്, സാറ്റിസ്ഫാക്ഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പ്രോഫിറ്റ്. ഇവയെല്ലാമാണ് നമ്മുടെ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇൻപുട്സിനെ എടുത്ത് ഒരു പ്രത്യേകതരം പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഗോൾ അറ്റൈൻ ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ് മാനേജ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, പ്രോസസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ്: ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ ഓർഗനൈസിങ്, തേർഡ് വൺ ഡയറക്റ്റിംഗ്, ഫോർത്ത് വൺ കോർഡിനേറ്റിംഗ് ആൻഡ് ലാസ്റ്റ് വൺ കൺട്രോളിംഗ്.